ഹലോ ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാണയം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ്. അപ്പം പാണയത്തിൻ്റെ ഏറ്റവും ഒത്ത നടുക്കായിട്ട് നിൽക്കുന്ന, പാണയത്തിൻ്റെ തലയെടുപ്പായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു കത്തോലിക്ക ദേവാലയമാണ്, മലങ്കര കത്തോലിക്ക ദേവാലയമാണ്. അപ്പം അതിനോട് ചേർന്ന് പാണയത്തിൻ്റെ ഗ്രാമഭംഗിയും ഒരു ചെറിയ ജംഗ്ഷനാണ്. ഇവിടെ CPM പാർട്ടിയുടെ മണ്ഡപവും കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡപവും ഒക്കെ, എന്നിട്ട് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തെ ഇന്ന് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്നൊന്ന് കാണിച്ചു തരാം. ഈ പാണയം എന്ന് പറയുന്ന ഈ ഗ്രാമം കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പുനലൂർ താലൂക്കിലെ ഏരൂർ പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് പാണയം. അപ്പം പാണയം എന്ന ഈ കുഞ്ഞു ഗ്രാമത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ, പഴയ ഓടിട്ട കെട്ടിടങ്ങളും ആ പഴയ തടി നിരകളായിട്ടുള്ള ആ കടകളുമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം ആ പണ്ടത്തെ ആ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ഇപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജംഗ്ഷനിലോ ഒക്കെ ആ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ കാണാനുണ്ടോ? അതുകൊണ്ട് ഇതാണ് ആ നിരകൾ, കടയിലെ ഷട്ടറിന് പകരം പണ്ടുണ്ടായിരുന്ന ആ നിരകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇവിടെ നിരത്തി അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫാൻസി കടയാണ്. ഇതാണ്ടോ നിരകളൊക്കെ അടുക്കി നിരത്തി വെച്ചേക്കുന്നത്. ആ പണ്ടത്തെ ആ ലോക്കും ആ കമ്പിയൊക്കെ, കമ്പി രണ്ട് സൈഡിലേക്ക് ഊരിയെടുക്കുന്നു, കീ ഇട്ട് ലോക്ക് ഓപ്പൺ ചെയ്യുന്നു, കമ്പി എടുക്കുന്നു. പണ്ടത്തെ അതാണ് ആ നിരകളൊക്കെ തുറന്ന് ചെറിയ പലചരക്ക് കടയൊക്കെയാണ്. അത് നിരന്ന് നിരകളൊക്കെ ആണ്ടെ തുറന്ന് അടുക്കി വെച്ചേക്കുന്നു. ഇനി ഇത് അടയ്ക്കുമ്പോൾ ഓരോന്ന് നമ്പർ അനുസരിച്ച് പറക്കിയിട്ട് ആ ലോക്കും ഒക്കെ ഇട്ട്. അപ്പോൾ ഇതാണ്, ഈ ഒരു പ്രത്യേകത കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഇതാണ് പാണയം ഗ്രാമം. അപ്പം ആ പള്ളിയുടെ ഭംഗി, പിന്നെ കുറച്ച് നാളും കൂടെയൊക്കെ ഇനി കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച്, വികസനങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് ഈ നിരയും ഈ ഓടിട്ട ബിൽഡിങ്ങുകളും ഒക്കെ ഇനിയിപ്പം ഇവിടെ നിന്നും അപ്രത്യക്ഷമാകും. ഇതിനി ഏറ്റവും ഇതിൻ്റെയൊക്കെ ഈ പഴമയുടെ ഒരു പഴയ അവശേഷിപ്പിൻ്റെ അവസാന ഭാഗമൊക്കെയാണിത്. കണ്ടോ പാണയത്തെ ആ പള്ളിയുടെ ഭംഗി കണ്ടോ? അതാണ് ആ പഴയ കെട്ടിടങ്ങളുടെ ഓടിട്ട ബിൽഡിങ്ങുകളൊക്കെ. പിന്നെ ഈ പാണയം ജംഗ്ഷനിൽ തന്നെയാണ് ഇവിടെ സ്കൂളുള്ളത്. അപ്പോൾ ആ സ്കൂളിനോട് ചേർന്നൊരു ചെറിയ ഓട്ടോ സ്റ്റാൻഡുണ്ട്. പിന്നെ മെയിനായിട്ടും എല്ലാ ജംഗ്ഷനിലും കാണുന്നത് പോലെ തന്നെ പാർട്ടികളുടെ, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്തൂപങ്ങളും സ്തംഭങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് പാണയം എന്ന ഈ ഗ്രാമത്തിൻ്റെ ഭംഗി. ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയും പിന്നെ ആ പഴമയുടെ ആ ഭംഗിയൊന്ന്, ഇനി ചിലപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ, ഈ ഒരു കാഴ്ച, ഈ നിരപ്പലക നിരത്തിയുള്ള കടകളും ഈ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ഏതെങ്കിലും നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.